ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് 2820 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി 7 സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹര വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരിത്താസ് ഹോസ്പിറ്റൽ, മാതാ ഹോസ്പിറ്റൽ ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. MC റോഡിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഏറ്റുമാനൂർ ടൗണിലേക്ക് 5 കിലോമീറ്ററും അതിരമ്പുഴ ടൗണിലേക്ക് 1.5 കിലോമീറ്ററും ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തേക്ക് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കിണർ വെള്ളത്തോട് കൂടിയുള്ളതാണ് ഈ വീട്. ഒരിക്കലും പറ്റാത്ത ഈ വേനൽക്ക് പോലും ഇഷ്ടംപോലെ സുലഭമായിട്ട് വെള്ളമുള്ള ഏരിയയാണ്. മുറ്റമൊക്കെ നല്ല ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് അതിഗംഭീരമാക്കിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഈ സമീപവാസികളെല്ലാം നല്ല എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഡോക്ടേഴ്സ്, ബാങ്ക് ജോലിക്കാർ, അതുപോലുള്ള എല്ലാം നല്ല ഒരു VIP ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 7 സെൻറ്റ് സ്ഥലം മിച്ചമുണ്ട്. 7 സെൻറ്റ് സ്ഥലത്തിനും ഈ 4 ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിൻ്റെ സെല്ലറെ ആവശ്യപ്പെടുന്ന തുക 99 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഗംഭീര വീടാണ്. കാരണം നല്ല 7 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ ഭാഗത്തൊക്കെ 7 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലാണ്. സാധാരണ ഇവിടെ വില്ല പണിയുന്നത് 5 സെൻറ്റ് സ്ഥലത്തിലാണ്. 5 സെൻറ്റ് സ്ഥലം, 6 സെൻറ്റ് സ്ഥലം, 7 സെൻറ്റ് സ്ഥലമുണ്ട്. 10 സെൻറ്റിൻ്റെ അകത്ത് പണിയുന്നുമുണ്ട്. കൂടുതലും 5 സെൻറ്റ് 6 സെൻറ്റിലാണ്. ഇത് 7 സെൻറ്റ് മിച്ചമുണ്ട്. നല്ലൊരു വീടാണ്. നമ്മുടെ വീട്ടിൽ വരെ ടാർ റോഡാണ്. അതുപോലെ തന്നെ PWD റോഡിലേക്ക് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ കഷ്ടിയേ ഉള്ളൂ. നല്ലൊരു ആംബിയൻസിലുള്ള ഒരു വീടാണ് ഇത്. സൈഡൊക്കെ ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെ എല്ലാം ബേബി മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് ഒരു 4-5 വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം 7 സെൻറ്റ് സ്ഥലവും ഉള്ളെങ്കിലും ഈ വീടിൻ്റെ നിർമ്മിതി അങ്ങനെയാണ്. ബാക്കിലേക്ക് ഇറക്കി വെച്ചിട്ട് മുറ്റത്തിന് സ്പേസ് കൂട്ടിക്കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സൈഡും നല്ല ഇടയുണ്ട്. ഫ്രണ്ട് വശം മുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് ഒരു കവേർഡ് കാർ പാർക്കിംഗ് കൂടാതെ തന്നെ നമുക്കൊരു 3-4 വണ്ടികൾ നമ്മുടെ മുറ്റത്തിടാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. നല്ല മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടും ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ വീടിനുള്ളത്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു തേക്കും തടിയിൽ തീർത്ത ഒരു മെയിൻ ഡോറും ഉണ്ട്. ഈ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയാൽ നമുക്ക് ലിവിങ് ഏരിയയിലേക്കാണ് ആദ്യമേ പ്രവേശിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ആണ്. ഇതാണ് ലിവിങ് സ്പേസ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ഈ ലിവിങ് സ്പേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഡൈനിങ് ഹോളുമായിട്ടുള്ള പാർട്ടീഷനാണ്. അവിടെ നമുക്ക് TV യൂണിറ്റ് ഫിറ്റ് ചെയ്യാം. അത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് TV യൂണിറ്റിൻ്റെ ബോർഡ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹോളാണ്. നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹോൾ. നമുക്ക് ഇത്രയും ഡൈനിങ് ഹോളിൻ്റെ ആവശ്യമില്ല എങ്കിലും ഒരു സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ അടിയിൽ നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. അതൊക്കെ കബോർഡ് വർക്ക് നടത്തി അടവാക്കിയിരിക്കുന്നു. ഇതാണ് സ്റ്റോറേജും കംപ്ലീറ്റ് നമുക്ക് മാക്സിമം ഇവിടെ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കോമൺ ബാത്റൂമാണ്. നമ്മുടെ ഡൈനിങ് ഹോളിലുള്ള ഒരു കോമൺ ബാത്റൂമാണ് ഇപ്പം കണ്ടത്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഡൈനിങ് ഹോളിൻ്റെ. നല്ല നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹോളാണ്. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ കോമൺ ബാത്റൂമാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂമാണ് ഡൈനിങ് ഹോളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. റൂമിൻ്റെ പാർട്ടീഷൻ ഡോറുകളെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിന് 2 പാളിയുടെ ഒരു ജനലും 3 പാളിയുടെ ഒരു ജനലും ഉണ്ട്. നല്ലവണ്ണം ആ ലൈറ്റൊക്കെ
കയറാവുന്ന രീതിയിലുള്ള ഇതാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂം തന്നെയാണിത്. ഇതെൻ്റെ ബാത്റൂമാണ്. റൂമിലൊന്നും വാർഡ്രോബ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനത് പ്രത്യേകിച്ച് സെല്ലറോട് ചോദിച്ചു. വാർഡ്രോബ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാർക്ക് അവരത് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏറ്റുമാനൂർ ഭാഗത്തൊക്കെ വീട് എടുക്കുന്നവർ കൂടുതലും വാർഡ്രോബ്സിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം അവർക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് വാങ്ങിച്ച് വയ്ക്കാനായിട്ടുള്ളതുകൊണ്ട് അവർ തന്നെ ചെയ്യാനായിട്ടുള്ള അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യമുള്ളവരുണ്ട്. അതുകൊണ്ട് അവർ ചെയ്തിട്ടില്ല. ബിൽഡറൊക്കെ പണിയുമ്പോൾ ഒരു മിനിമത്തിനുള്ള ഒരു വാർഡ്രോബ്സുകളെ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് വന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാർഡ്രോബ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ സെല്ലർ പണിത് തരാൻ തയ്യാറാണ്. ഇതാണ് മറ്റൊരു ബാത്റൂമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത് നല്ല മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൈലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. 7 സെൻറ്റ് സ്ഥലവും 4 ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 99 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഇതൊരു വാഷ് ഏരിയയാണ്. നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്തുള്ള വാഷ് ഏരിയയാണ്. നല്ല മനോഹരമാക്കിയിട്ടുള്ള സൈഡിലൊക്കെ നമുക്ക് ഒരു ക്രോക്കറി ഷെൽഫുണ്ട്. ഇതാണ് സ്റ്റോറേജ് ഉണ്ട് അതിൻ്റെ ബോട്ടം സൈഡിൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഇതാണ് ആദ്യത്തെ നമുക്ക് നിലയിലെ 2 ബെഡ്റൂമാണ്. ഒരു കിച്ചണും ഉണ്ട്. അത് നമ്മൾ കിച്ചണിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് ഉള്ള ഒരു കിച്ചണാണ് ഈ വീടിൻ്റേത്. ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. മുകളിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല വലിപ്പത്തോടു കൂടിയുള്ള ഒരു കിച്ചണാണ് ഈ വീടിൻ്റേത്. വുഡൻ ടൈലുകളാണ് കിച്ചണിൽ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരിതാണ്. വർക്ക് ഏരിയയിൽ ഒരു സിങ്കുണ്ട് ബോട്ടം സൈഡിൽ. അതുപോലെ തന്നെ ടോപ്പ് സൈഡിൽ നല്ലവണ്ണം സ്റ്റോറേജ് വർക്ക് ഏരിയയിലും ഉണ്ട്. ഇവിടുന്ന് നമുക്ക് വെളിയിലേക്കുള്ള ഡോറാണ് കാണുന്നത്. മുറ്റത്തേക്ക് ഇറങ്ങാവുന്ന ഇത് വർക്ക് ഏരിയയിലെ സ്റ്റോറേജാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൽ ഷേപ്പിലുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ കയറിയാൽ ആദ്യത്തെ നിലയിലേക്കാണ്. നമ്മൾ സ്റ്റെപ്പാണ് ഇത്. സ്റ്റെയർ കയറി ചെന്നതിന് സ്റ്റെയറിൻ്റെ സൈഡിലത്തെ ഹാൻഡ് റെയിൽ SSL ആണ് തീർത്തിരിക്കുന്നത്. കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. നമുക്ക് താഴത്തെ നിലയിലും വലുപ്പമുള്ള ഒരു ലിവിങ് സ്പേസാണ് രണ്ടാമത്തെ നിലയിൽ ഉള്ളത്. രണ്ടാമത്തെ നിലയിൽ 2 ബെഡ്റൂമാണ്. ലിവിങ് സ്പേസിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഒരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്. ഒരു ടേബിൾ പോലെ. അവിടെ നമുക്ക് അത്യാവശ്യം ഇൻവെർട്ടറോ അതുപോലുള്ള TV ഒക്കെ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞത്. 5x2 ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം ആദ്യത്തെ റൂമിലേക്കാണ്, 2ാം നിലയിലെ ആദ്യത്തെ റൂമിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. താഴത്തെ റൂം പോലെ തന്നെ നല്ല വലിപ്പമുള്ള റൂമാണ്. ഇവിടെ 2 പാളിയുടേതും 3 പാളിയുടെയും ജനൽ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള റൂമുകളാണ് ഈ വീടിനുള്ളത്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ കാണാനോ ആയിട്ട് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഏറ്റുമാനൂർ ടൗണിൻ്റെ ഭാഗത്തായിട്ട് കാരിത്താസ്, മാതാ ഹോസ്പിറ്റൽ, മിത്ര ഹോസ്പിറ്റൽ, ഇപ്പോൾ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് അടുത്ത ഒരു വീട് ഏറ്റുമാനൂർ ഭാഗത്ത് അല്ലെങ്കിൽ കോട്ടയം ഭാഗത്ത് യൂണിവേഴ്സിറ്റി ഭാഗത്തൊക്കെ നോക്കുന്നവർക്ക് ഇതിൻ്റെ എല്ലാം അടുത്തായിട്ടാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഏറ്റുമാനൂർ ഭാഗത്തൊരു വീട് നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് ധൈര്യമായിട്ട് വന്ന് കാണാവുന്നതാണ്. വിലയിൽ സംസാരിച്ച് നമുക്ക് ധാരണയാകാവുന്നതാണ്. 99 ലക്ഷം രൂപയാണ് സെല്ലർ ചോദിക്കുന്നത്. വില നെഗോഷ്യബിളാണ്. നല്ല വയബിളായിട്ടുള്ള ഒരു സെല്ലറാണ്. MC റോഡുമായിട്ട് നമുക്ക് 1.5 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണി ലേശമില്ല. ഒരിക്കലും വെള്ളം കയറാത്ത നമുക്ക് ഇഷ്ടംപോലെ കിണർ വെള്ളമുള്ള ഒരു ഭാഗമാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇതാണ് സമീപത്തുള്ള വീടുകളെല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള വീടുകളാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്.
ഇവിടം കൊണ്ട് നമ്മുടെ റോഡ് തീരുവാണ്. ആ റോഡിൻ്റെ നമ്മുടെ PWD റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ടാർ റോഡാണ്. ഇവിടം കൊണ്ട് നമ്മുടെ റോഡ് തീരുവാണ്, വേറെ ലിങ്കായിട്ട് പോകുന്നതല്ല. ഇത് മുകളിലേക്കുള്ള ഏറ്റവും മുകളിലേക്ക് ടോപ്പിലേക്കുള്ള റൂഫിലേക്കുള്ള ഇത് സ്റ്റെയറാണ് കണ്ടത്. ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. അത് നല്ല വലിപ്പമുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സൈഡെല്ലാം മെഷിട്ട് അടവാക്കിയിരിക്കുന്നു. എല്ലാം നല്ലവണ്ണം വുഡൻ ടൈലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ട്രഫോൾഡ് ഷീറ്റാണ് മുകളിൽ ഇട്ടിരിക്കുന്നത്. സൈഡ് കണ്ടോ, ഇതെല്ലാം ഗ്രില്ല് വെച്ച് ഗംഭീരമായിട്ട് അടവാക്കിയിരിക്കുന്ന, ഒരു പക്ഷികൾക്ക് പോലും ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിനെ പറ്റി അറിയാനോ കാണാനോ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 7 സെൻറ്റ് സ്ഥലമുണ്ട്, 2820 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഏറ്റുമാനൂർ ഭാഗത്തുള്ള ഈ വീട് നല്ല സുന്ദരമായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇത് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. സമീപത്തുള്ള വീടുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.